മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ സൂസമ്മ മാത്യുവിനെ തെരഞ്ഞെടുത്തു. പൈങ്ങന 21-ാം വാർഡിൽ നിന്നും വിജയിച്ച സൂസമ്മ മാത്യു ഇത് 4ാം തവണയാണ് പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പഴയ 20-ാം വാർഡ് മൈലത്തടിക്കിൽ നിന്ന് ഒരു തവണ ജനറൽ സീറ്റിലും 2 തവണ വനിതാ സീറ്റിലും മത്സരിച്ച് വിജയിച്ചു. ഇത്തവണ 21-ാം വാർഡ് പൈങ്ങനയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം ജനറലായ മുണ്ടക്കയം പഞ്ചായത്തിൽ സൂസമ്മ മാത്യുവിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസക കൂടാതെയും മമതയ വിദ്വേഷമ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികയായ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി CV അനിൽകുമാർ മത്സരിച്ചു. 23-അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ UDF സ്ഥാനാർത്ഥിക്ക് 13 വോട്ടും LDF സ്ഥാനാർത്ഥിക്ക് 9 വോട്ടും ലഭിച്ചു. 1-ാം വാർഡിൽ നിന്നും സ്വതന്ത്ര അംഗമായി മത്സരിച്ച് വിജയിച്ച സൂസൻ ജോമി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ഭരണാധികാരിയായി കാഞ്ഞിരപ്പള്ളി LA തഹസിൽദാർ സുനിൽകുമാറും മുണ്ടക്കയം പഞ്ചായത്ത് സെക്രട്ടറി ഷാഹുൽ അഹമ്മദും നേതൃത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ശേഷം അനുമോദന യോഗവും ചേർന്നു. ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് വളരെ ദീർഘമായി നടന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സൂസമ്മ മാത്യു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. വലിയ സമയങ്ങളിൽ പറയുമ്പോൾ 4ാമത്തെ ടേമാണ് മുണ്ടക്കയം പഞ്ചായത്തിന് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ആ അനുഭവ പാരമ്പര്യം അല്ലെങ്കിൽ ആ സ്വത്ത് എല്ലാവരുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ വികസനത്തിനായുള്ള കൂട്ടായ പരിശ്രമമുണ്ടാകുമെന്ന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സൂസമ്മ മാത്യു പറഞ്ഞു. ചേർത്ത് വിളിച്ചതിനെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ. അതുപോലെ നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് കൃഷ്ണനൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടിന്റെ വികസനം ഉറപ്പായിട്ടും ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ 23 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ചടങ്ങുകൾക്ക് ശേഷം പഞ്ചായത്ത് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്വീകരണവും ഒരുക്കിയിരുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.